സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ 2 ദിവസമായി ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ജോലി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ അകത്തൊരു സുഖമില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ മനസ്സങ്ങ് ആകെപ്പാടെ മരവിച്ചൊരവസ്ഥയായിട്ട്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ആ വാർത്തയൊക്കെ കണ്ടിട്ട് സത്യത്തിൽ മനസ്സ് തകർന്നല്ല, തകർന്ന് തരിപ്പണമായി. ആ കാര്യം ഓരോ മിനിറ്റിലും ഓരോരോ സംഭവങ്ങളാണ് വാർത്തയ്ക്കകത്തൂടെ വരുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ സങ്കടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എന്തൊരു ദുർവിധിയാണല്ലേ. കാര്യം രാത്രി 1 മണി ആ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വലിയ ആനയുടെ വലിപ്പമുള്ള പാറയും ചെള്ളയും വെള്ളവും ആടിച്ച് കയറി ഒരു സ്ഥലം മൊത്തം നിരപ്പാക്കി പോകുന്നുള്ളു. എത്ര ദാരുണമായ ഒരു സംഭവം അല്ലേ. എനിക്ക് ആ സത്യത്തെ ആ വാർത്തയൊക്കെ കണ്ടിട്ട് ഒരു സമാധാനം, ഒരു സന്തോഷം ഒന്നും തോന്നുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ ദുഃഖിതനാണ് ആ ഒരു സംഭവത്തിൽ. കാര്യം നമ്മളെപ്പോലുള്ള എത്രയോ ആൾക്കാരാണ് ഒറ്റ നിമിഷം കൊണ്ട് മണ്ണിനടിയിൽ പോയി ജീവൻ നഷ്ടപ്പെട്ട്. കൊച്ചു കുട്ടികൾ, സ്ത്രീകൾ, പ്രായമുള്ള ആൾക്കാർ എല്ലാവരും 167 പേരങ്ങണ്ട ഇപ്പം കിട്ടിയ ഒരു വാർത്തയുടെ ഇത് കണ്ടിട്ട് ഞാൻ പറയാൻ. അപ്പം നമുക്ക് അവർക്കൊക്കെ അനുശോചനം അറിയിക്കുക എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ കുടുംബങ്ങൾക്കൊക്കെ എല്ലാ സർവശക്തനായ ഉടയമ്പുരാൻ അവർക്കൊക്കെ ആ കുടുംബങ്ങൾക്കെല്ലാം സമാധാനം കൊടുക്കട്ടെ. കാര്യം അത്രയേറെ താങ്ങാൻ പറ്റുന്നൊരവസ്ഥയല്ലത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിന്. കാര്യം ചെയ്യാനൊരു സന്തോഷമില്ലായിരുന്നു. നമ്മൾ എന്ത് ജോലി ചെയ്യാനും അതിനൊരു സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനും ചെയ്യാനും ഒരു ഇത് തോന്നത്തുള്ളൂ. അതില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാനും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒരേപോലെ ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സർവശക്തനായ ഉടയമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കുടുംബങ്ങൾക്കെല്ലാവർക്കും അത് താങ്ങാനുള്ളൊരു കരുത്ത് കൊടുക്കണേ സർവശക്തനെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.